ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും പയറും. എന്താണ് പപ്പടം ഉണ്ടാവും. അപ്പോൾ ഈ പയർ എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് നമുക്ക്. വൻപയറാണോ? ആ, വൻപയർ. സാധാരണ അല്ലെങ്കിൽ ചെറുപയറാണ് എളുപ്പം. ശരിക്കും വൻപയറും ചെറുപയറും ഒക്കെ ആട്ടോ എളുപ്പം ഉണ്ടാക്കാൻ. ഞാൻ എപ്പോഴും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. വൻപയർ എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാമെന്നും, അങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു എന്താ പറയുക, മേച്ചൂടെന്നൊക്കെ പറയുന്ന കൈ കൊണ്ട് എടുക്കാവുന്ന ചൂടിൽ അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വൻപയർ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കിടന്നിരിക്കും. പിന്നെ അത് തന്നെയല്ല, വേഗം വേവും ചെയ്യും. തലേന്ന് കുതിർത്താൻ മറന്നു, അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല. പക്ഷേ ഇങ്ങനെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുതിർത്തരുത് കേട്ടോ. കുതിർത്തിയാൽ ശരിയാവില്ല, അത് കുതിരില്ലല്ലോ, ചൂടായതല്ലേ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ പയർ. ഇത്തിരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇനി പയറല്ലേ, അപ്പോൾ ഒരു എന്താ എല്ലാവരും പറയും മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊന്നും വെറുതെ ഇങ്ങനെ പയർ വയ്ക്കാൻ ഇഷ്ടമില്ല. എനിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊക്കെ മസാല ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി മസാല ഇട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ തൽക്കാലം നമുക്കിവിടെ നിർത്താം, എന്നിട്ട് പിന്നെ വരാം. ഇങ്ങനെ അകത്ത് ജോലി എടുത്തോണ്ടിരിക്കും. വേണ്ട അനൗൺസ്മെന്റ് ചെയ്യട്ടെ. വേഗം എന്താണെന്ന് നോക്കിയതാ. ഇത് കണ്ടു. എങ്ങനെ ഉണ്ടാവും ദൈവത്തിനറിയാം അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ അസോസിയേഷൻ്റെ വക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കൊരു ഫണ്ട് സ്വരൂപിച്ച് കൈമാറുമായിരുന്നു. അത് എല്ലാ അസോസിയേഷനുകളുടെയും മുകളിൽ അഡ്രാക്ക് എന്ന് പറഞ്ഞ പാലാരിവട്ടം മേഖല അസോസിയേഷൻ ഉണ്ട്, അവരുടെ കയ്യിലാണ് ഇത് കൈമാറാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരിത് നമുക്ക് വയനാട്ടിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കറക്റ്റാണ്, ഒരു പേപ്പറിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അഡ്രാക്ക് എല്ലാ അസോസിയേഷനുകളുടെ മുകളിലുള്ള ഒരു സംഘടനയാണ് അത്. അപ്പോൾ നമ്മളുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, പിന്നെ മെമ്പേഴ്സ്, അത്യാവശ്യം ആൾക്കാർ വന്ന് അവരുടെ ആൾക്കാരും വന്നിട്ടാണിത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കൈമാറ്റം ചെയ്യാൻ ഉണ്ടായത്. വേറെ അസോസിയേഷനുകൾ ഇതുമാതിരി പൈസ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അഡ്രാക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് നമ്മൾ. ഈ ഫംഗ്ഷൻ നടന്നിട്ട് 2 ദിവസമായിട്ട്, 2 ദിവസം മുമ്പുള്ള പരിപാടിയാണിത്. അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു. വന്നവർക്കൊക്കെ ചായയും അത്യാവശ്യം സ്നാക്സൊക്കെ കൊടുത്തു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വൃന്ദാവൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട്, കാണുന്ന ഒരാളാണ്. അവർ ഫുഡ് കഴിക്കാൻ പോയോ? അമ്പോ ഡ്രൈവ് ചെയ്യാൻ പോവുക. എന്താ ഞങ്ങൾ പൂച്ചക്കുട്ടിനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്താണ് കേട്ടോ കാറ് നിർത്തിയത്, ഹോട്ടലിൻ്റെ. അപ്പോൾ അവർക്ക് 2 ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അതിൽ കാറ് നിർത്തിയിട്ട് പോകുന്ന വഴി ഇവിടെ കണ്ടംകുളത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദ വൈദ്യശാല ഉണ്ടല്ലോ, അവരുടെ ഒരു ക്ലിനിക്കാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തോടെ നടന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. പിന്നെ അവിടുത്തെ മെനു കാർഡാണിത്. വൃന്ദാവൻ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ, വളരെ ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചതെന്നൊക്കെ ഒന്ന് കാണാം. ഇത് ഉച്ച സമയത്താണ് വന്നേക്കാൻ കേട്ടോ. നല്ല തിരക്കാണ്. ഉച്ചയ്ക്ക് വന്നാലും വൈകുന്നേരം വന്നാലും രാത്രി വന്നാലും എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ ഒരു ബെഞ്ചൊക്കെ അകത്ത് തന്നെ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാം. ആ സമയത്ത് ആൾ ഒഴിയുന്നതനുസരിച്ചിട്ട് ആദ്യം വന്നവർക്ക് അവർ ടേബിൾ അറേഞ്ച് ചെയ്യും, എത്ര പേരുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചില്ലി ഗോബി ഡ്രൈ വാങ്ങിച്ചു സ്റ്റാർട്ടറായിട്ട്. പിന്നെ നൂഡിൽസും ഫ്രൈഡ് റൈസും പനീർ കറിയും, പിന്നെ ഒരു ഊത്തപ്പം, പിന്നെ സൂപ്പ്, നാരങ്ങ വെള്ളം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.